വാപ്പ മരിച്ചാൽ പോലും, നമ്മുടെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അതാണ് ഇസ്ലാം. ആദമിന്റെ സന്തതികളെ, പെൺകുട്ടികളെ എന്ന് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങളോട് ഒരാളുടെ മുൻപിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മുൻപിലാവുമായിരുന്നേനെ. അത്രയേറെ പരിഗണന നൽകേണ്ടതുണ്ട്, അത്രയേറെ സ്നേഹവും ബഹുമാനവും നൽകേണ്ടതുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം. അതാണ് ദീന്, അതാണ് ഇസ്ലാം. അവൻ്റെ അഭാവത്തിൽ അവന് പ്രിയപ്പെട്ടതെല്ലാം സംരക്ഷിക്കുക. അവൻ്റെ സമ്പത്ത്, അവളുടെ ശരീരം, അവരുടെ മക്കൾ, ഇവയെല്ലാം സംരക്ഷിക്കേണ്ട ബാധ്യത സ്ത്രീക്കാണുള്ളത്, അല്ലേ? ഭർത്താക്കന്മാരറിയാതെ, ഭാര്യമാരറിയാതെ മറ്റു പല ബന്ധങ്ങളും നിലനിർത്തുന്ന എത്ര ആളുകളാ. ആലോചിച്ച് നോക്കൂ. ഒട്ടും എണ്ണം കുറവല്ല. ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്നത് അതിൻ്റെ പേരിലായിരിക്കും. ഭർത്താവ് ഉണ്ടാവും, ചിലവൊക്കെ നോക്കാൻ പൈസയൊക്കെ അയച്ചു തരാൻ ഒരാള്, അപ്പുറത്തോ ചാറ്റ് ചെയ്യാൻ സുഖല്ലേ എന്ന് ചോദിക്കാൻ ഒരാള്, എന്നെ കാണാൻ എന്ത് ഭംഗിയാന്ന് പറയാൻ ഒരാള്, നിന്റെ സ്വഭാവം നല്ല രസാന്ന് പറയാൻ ഒരാള്, ഈ ഇല്ലാതെ എനിക്ക് പറ്റൂല എന്ന് പറയാൻ അപ്പുറത്തൊരാള്, ഇല്ലേ? പനിയായി ജലദോഷം പിടിച്ച് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരുമ്പോൾ, അസുഖം വന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ സാരിൻ്റെയും ചുരിദാറിൻ്റെയും ഡ്രസ്സിൻ്റെയും കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഭംഗി ഒരു പക്ഷേ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിൽ പറയാൻ മറന്നുപോയ ഇണയായിരിക്കും കൂടെ ഉണ്ടാവുക. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനേ, വാരിത്തരാന്, ബാത്റൂമിൽ പോയി കുളിപ്പിക്കാന്, ഒരു അറപ്പും വെറുപ്പും കൂടാതെ നമ്മളെ സംരക്ഷിക്കാന് അയാളെ ഉണ്ടാവുള്ളൂ. ഫോണിൻ്റെ അപ്പുറത്ത് ചാറ്റ് ചെയ്ത മനുഷ്യൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കുക, ഹറാമാണ്, തെറ്റാണ്, വ്യഭിചാരമാണ്. അത്തരം തെറ്റുകളിലേക്ക് പോകുമ്പോൾ അതൊക്കെ മനസ്സിന് സുഖം കിട്ടുന്ന കാര്യങ്ങളാ, അല്ലേ? കാരണം ഡോപ്പാമൈൻ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ട് കുടുംബത്തെ നശിപ്പിക്കുന്ന അത്തരം തെറ്റുകളിലേക്ക് പോവാതിരിക്കുക, അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ക്ഷമയാണ് വേണ്ടത് എല്ലാ ബന്ധങ്ങൾക്കുള്ളിലും. ഉമ്മയാണ്, എന്നെ പ്രസവിക്കാത്ത ഉമ്മയാണ് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ. പക്ഷെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെയും ഇടയിലുള്ള ബന്ധം ഊഷ്മളമാക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വർഗം അവരുടെ ഉമ്മയാ. അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ. പരിചരിക്കേണ്ടതുണ്ട്, ഞാൻ സ്നേഹിക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീയെ കൗൺസിലിങ്ങിന് കൊണ്ടത് എന്തിനാണെന്നറിയോ? ഗൾഫിലാണ് അവർ താമസം. ഉമ്മാക്ക് പ്രായമായി, ഉമ്മാനെ നോക്കാൻ മകന് ഗൾഫിൽ നിന്ന് നാട്ടിക്ക് വരണം. മരുമോള് വരാൻ തയ്യാറല്ല. ഞാൻ വരൂല, എനിക്കാവൂല നിങ്ങളെ ഉമ്മാനെ നോക്കാനെന്ന്, എനിക്കാവൂല നിങ്ങളുടെ ഉമ്മയെ നോക്കാനെന്ന് ദാഷ്ട്യം പിടിച്ച പെണ്ണിനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. എങ്ങനെയാ മനസ്സ് ഇത്രയേറെ കട്ടിയുള്ളതായത്?